നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിൽ കളം നിറഞ്ഞിരിക്കുകയാണ് മുന്നണികൾ. പരസ്പരം പോരടിച്ചും വെല്ലുവിളിച്ചും ഓരോ മുന്നണികളും മുന്നേറുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം പിടിച്ചേ മതിയാകൂ എന്ന തീരുമാനത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. LDFനെ അടിച്ചു പുറത്താക്കി ഭരണം പിടിച്ചെടുക്കുമെന്ന ഉറപ്പിലാണ് കോൺഗ്രസ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഈ സമയത്ത് പാർട്ടിക്ക് മുന്നിൽ കരടായി മാറിയിരിക്കുകയാണ് ശശി തരൂർ MPയെ നൈസായി അങ്ങ് തള്ളി കളം സേഫ് ആക്കുന്നതിലും മുരളീധരൻ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. ശശി തരൂർ നെഹ്റു കുടുംബത്തെ കുറിച്ച് പറഞ്ഞതിനോട് യോജിക്കുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് ബാധിക്കുകയില്ല. ശശി തരൂരിനെ വിജയിപ്പിക്കാൻ അഹോരാത്രം ജോലി ചെയ്ത പ്രവർത്തകരുടെ തിരഞ്ഞെടുപ്പാണിത്. നെഹ്റു കുടുംബം കോൺഗ്രസിന്റെ അഭിമാനമാണ്. അവരെല്ലാം ലോകസഭയിലൂടെ ജയിച്ചു വന്നവരാണ്, രാജ്യസഭയിലൂടെ എത്തിയതല്ല. നെഹ്റു കുടുംബത്തിലുള്ളവരെ മാറ്റി നിർത്താൻ സാധിക്കുമോ എന്നും മുരളീധരൻ ചോദിക്കുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ സീറ്റ് വിഭജനവും പൂർത്തിയായി. 101 ഡിവിഷനുകളിലേക്കാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ളത്. 51 സീറ്റ് നേടുന്നവർക്ക് ഭരിക്കാം. 52 സീറ്റായിട്ടാണ് കഴിഞ്ഞ തവണ LDF ഭരണത്തിലെത്തിയത്. ഇത്തവണ LDFനെ പുറത്താക്കി ഭരണം പിടിക്കുമെന്ന് ഉറപ്പിച്ചു നടക്കുകയാണ് കോൺഗ്രസ്. ഈ കോൺഗ്രസിനെ തിരുവനന്തപുരത്ത് ചുക്കാൻ പിടിക്കുന്നതാട്ടെ മുരളീധരൻ. കോൺഗ്രസ് 87 സീറ്റിലാണ് മത്സരിക്കുന്നത്. മുസ്ലിം ലീഗും RSPയും 5 വീതം സീറ്റുകളിലും CMPക്ക് 3 സീറ്റും നൽകി. ഫോർവേഡ് ബ്ലോക്ക് 1 സീറ്റിൽ മത്സരിക്കും. RSPയുടെ 1 സീറ്റ് ഇത്തവണത്തേക്ക് കോൺഗ്രസിന് കൊടുത്തു. അതോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ 88 സീറ്റിൽ മത്സരിക്കും. എല്ലാ ഡിവിഷനുകളെയും ബന്ധിപ്പിച്ച് വാഹന പ്രചരണ ജാഥ നടത്തുകയാണ് UDFന്റെ ലക്ഷ്യം. അടുത്ത ദിവസം കോർപ്പറേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുകയും കുറ്റവിചാരണ നടത്തുകയും ചെയ്യും. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ കൂടിയാണ് ഇനി തീരുമാനിക്കാനുള്ളത്. പ്രചരണത്തിന് ശശി തരൂർ MP എത്തുമെന്നാണ് പ്രതീക്ഷയെന്നും മുരളീധരൻ പറഞ്ഞു വെക്കുന്നുണ്ട്. കോൺഗ്രസിൽ അപശബ്ദമില്ലെന്ന്, അതായത് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള അപശബ്ദവും നിലവിൽ കോൺഗ്രസിനകത്തില്ല എന്നും ഘടകകക്ഷികളുമായുള്ള അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നും ഇത്തവണ BJP പിക്ചറിൽ നിന്ന് ഔട്ടാകുമെന്നും, എന്നാൽ അത് മുരളീധരന്റെ വെറും കണക്കുകൂട്ടൽ മാത്രമാണ്. LDFനും കോൺഗ്രസിനും ശക്തമായ വെല്ലുവിളി ഉയർത്തുന്ന സ്ഥാനാർത്ഥി തന്നെയാണ് BJP കളത്തിലിറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികാരം പിടിക്കണമെന്ന കോൺഗ്രസിന്റെ മോഹം വെറും മലർപ്പൊടിക്കാരന്റെ സ്വപ്നമായി അവശേഷിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 35 സീറ്റിൽ നിന്നും ഇത്തവണ 51 കടക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് BJPക്കുള്ളത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച